തിരുവനന്തപുരത്ത് നടക്കുന്ന ശ്രദ്ധേയമായ ഒരു നീക്കമുണ്ട്. അത് തുടങ്ങിയത് BJP ആണ് എങ്കിലും ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കോൺഗ്രസ്സാണ്. മറ്റൊന്നുമല്ല, വട്ടിയൂർക്കാവ് മണ്ഡലത്തെക്കുറിച്ചുള്ള കാര്യം തന്നെയാണ്. വട്ടിയൂർക്കാവ് MLA ആയ VK പ്രശാന്തിൻ്റെ ഓഫീസ് ഒഴിയണമെന്ന് BJPയുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലറായ R ശ്രീലേഖ ആവശ്യപ്പെടുന്നു. വളരെ ചെറിയ കാര്യം, അതെന്താണ് ഇത്ര വലിയ കാര്യമുള്ളത് എന്നൊക്കെ ചിന്തിക്കാം. പക്ഷേ ഒരു അജണ്ട സെറ്റ് ചെയ്യുകയാണ് BJP ചെയ്തത്. ഒരു പ്രൊപ്പഗൻഡ ആരംഭിക്കുകയാണ് BJP ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്, പ്രത്യേകിച്ച് CPM നേതാക്കൾ. നേരത്തെ ഇത് നടന്നിരുന്നു. അത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ്. മേയറായ ആര്യ രാജേന്ദ്രനെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന വിവാദമാണ്. അത് ഉയർത്തിയത് BJP ആണ്, ഏറ്റെടുത്തത് കോൺഗ്രസ് ആണ്. ഓഫീസ് വിവാദവും ഉയർത്തിയത് BJP ആണ്, ഏറ്റെടുത്തത് കോൺഗ്രസ് ആണ്. പ്രത്യക്ഷമായി ആരോപണം ഉന്നയിക്കുക, അത് മെല്ലെ മെല്ലെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാക്കി മാറ്റുക, അതല്ലെങ്കിൽ നേരെ തിരിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ഉയർത്തിക്കൊണ്ടുവരിക, അത് മെല്ലെ മെല്ലെ ചർച്ചയാക്കി മാറ്റുക. ഇതാണ് BJPയുടെ തന്ത്രം. BJP ആരോപണം ഉന്നയിക്കുന്നു, ഏറ്റെടുത്ത് ചർച്ചയാക്കുന്നു കോൺഗ്രസ്. അതാണ് തിരുവനന്തപുരത്ത് കാണുന്നത്. കൃത്യമായ രാഷ്ട്രീയ അജണ്ട. രണ്ടുപേരുടെയും ശത്രു ഒന്നാണ്, അത് LDF ആണ്. LDFനെ തോൽപ്പിക്കുക എന്നതാണ്. തിരുവനന്തപുരം മേയറായിരുന്ന ആര്യ രാജേന്ദ്രനെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന വിവാദത്തിൻ്റെ ഒരു പാറ്റേൺ ഉണ്ട്. ആദ്യം ധാർഷ്ട്യം, അഹങ്കാരം, കഴിവില്ലായ്മ എന്നിവയായിരുന്നു ഉയർത്തിക്കൊണ്ടുവന്നത്. രണ്ടാം ഘട്ടത്തിൽ അഴിമതി ആരോപണം ഉയർത്തുന്നു. അതുപോലെ തന്നെ ഓഫീസിനെ സംബന്ധിച്ച് ഒരു വിവാദം ഉയർത്തുന്നു BJP. അത് കോൺഗ്രസ് ഏറ്റെടുക്കുന്നു. രണ്ടാം ഘട്ടത്തിൽ അഴിമതി ആരോപണം ഉയർത്തിക്കൊണ്ടുവരുന്നു VK പ്രശാന്തിനെതിരെ. ഇത് കൃത്യം ഒരു പാറ്റേൺ ആണ്. അത് തിരുവനന്തപുരത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, അത് മെല്ലെ മെല്ലെ മറ്റ് മണ്ഡലങ്ങളിലേക്കും കൊണ്ടുവരും. അതാണ് BJPയുടെ തന്ത്രം. BJPക്ക് നന്നായി അറിയാം, ഒരു സാധനം മെല്ലെ പുറത്തിട്ടാൽ മതി, അല്ലെങ്കിൽ വ്യാജ ആരോപണം ഉന്നയിച്ചാൽ മതി, അത് ഏറ്റെടുക്കാൻ തയ്യാറായി കോൺഗ്രസ് നേതാക്കൾ ഉണ്ടാകും എന്ന്. ഇത് മറ്റൊരു ഘട്ടത്തിൽ നാം കണ്ടതാണ്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ, പ്രചാരണത്തിൻ്റെ ഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമി മീഡിയ 1 ചാനൽ വഴി ഒരു അജണ്ട സെറ്റ് ചെയ്യും. ആ അജണ്ട ആദ്യം ഏറ്റെടുക്കുക കോൺഗ്രസ്സാണ്, മുസ്ലിം ലീഗാണ്. അടുത്ത നിമിഷം അതിനുള്ള എതിർപ്രചാരണം ആരംഭിക്കും BJP. അങ്ങനെ വിഷയം സജീവ ചർച്ചയാക്കി നിർത്തും. എന്ന് വെച്ചാൽ മുസ്ലിം വോട്ട് ഏകീകരിക്കണം, ജമാഅത്തെ ഇസ്ലാമിക്ക്, മുസ്ലിം ലീഗിന്, UDFന്. അപ്പുറത്ത് ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കണം BJPക്ക്. ഇതിനുള്ള തന്ത്രങ്ങൾ കൃത്യമായും പ്ലാൻ ചെയ്ത് നടപ്പാക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഭാഗത്ത് മുസ്ലിം വർഗീയ ശക്തിയാണെങ്കിൽ മറുഭാഗത്ത് ഹിന്ദു വർഗീയ ശക്തി. അതുപോലെ തന്നെയാണ് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന ക്യാമ്പയിൻ. അതൊരു പ്രൊപ്പഗൻഡ സെറ്റിംഗ് ആണ്. ഇത് വളരെ ലാഘവത്തോടെ തള്ളിക്കളയാനാണ് പലപ്പോഴും CPM നേതൃത്വം തയ്യാറാകുക. എല്ലാ ജനങ്ങൾക്ക് മനസ്സിലാകും, എല്ലാ ജനങ്ങൾ തിരിച്ചറിയും. ഇതൊക്കെയാണ് എല്ലാ നേതാക്കളും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്തരം ഒരു പ്രൊപ്പഗൻഡയെ തകർക്കാൻ കഴിയുന്ന രൂപത്തിൽ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ എന്തുകൊണ്ട് CPMന് കഴിയുന്നില്ല എന്ന വലിയ ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസും BJPയും ഉയർത്തിക്കൊണ്ടുവന്ന ഈ പ്രചാരണത്തെ തടയാൻ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ഉയർത്തിക്കൊണ്ടുവന്ന പ്രചാരണത്തെ തടയാൻ ഒന്നും ചെയ്യാതെ നിഷ്ക്രിയമായി നിൽക്കുന്ന നേതൃത്വത്തെയാണ് കണ്ടത്. പരമ്പരാഗതമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയി അതിൽ വീണ് അടിയുന്ന കാഴ്ചയും നാം കണ്ടു. അതുതന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും നടക്കാൻ പോകുന്നത്. അതിന് തുടക്കമാണ് തിരുവനന്തപുരത്ത് കണ്ടത്. ആ കെണിയിൽ, BJP ഒരുക്കിയ കെണിയിൽ വീണുപോയിട്ടുണ്ട് CPMഉം LDFും എന്ന് പറയാതിരിക്കാൻ കഴിയില്ല.